നമസ്കാരം. പിണറായിയോട് അന്നേ പലവട്ടം പലരും ചോദിച്ചതാണ് എന്താണ് ഇങ്ങനെയൊരു തിരക്ക് പിടിച്ച മിശ്രവിവാഹം മകൾക്ക് നടത്തുന്നതിന്റെ കാരണമെന്ന്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലെത്തി പിണറായി ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുമാറിയെങ്കിലും അതിനു പിന്നിലെ കാരണങ്ങൾ ഇപ്പോൾ മറ നീക്കി പുറത്തേക്ക് വരികയാണ്. പിണറായിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയും അതിനുവേണ്ടി അനധികൃതമായി പിരിച്ചെടുക്കുന്ന കള്ളപ്പണവും അടക്കം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ചുളുവിന് കയ്യിൽ വരുമ്പോൾ മുഹമ്മദ് റിയാസിന് എന്തിന് വീണയെപ്പോലെ ഒരു വമ്പൻ സ്രാവിനെ വേണ്ട എന്ന് വെക്കണം? ഇനി മുഹമ്മദ് റിയാസിന് വീണയുടെ കള്ളപ്പണ ഇടപാടുമായുള്ള കാര്യങ്ങൾ കൃത്യമായി നേരത്തെ അറിയാമായിരുന്നോ എന്ന കാര്യവും ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംശയമാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ വീണയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം നടന്നത്. അതിനുശേഷം റിയാസിന്റെ സമയമായിരുന്നോ മോശമായത്, വീണയുടെ ആണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് വളരെ കാലമായി പാർട്ടി നേതാക്കന്മാർ പലരുമുണ്ടായിട്ടും റിയാസിന് എങ്ങനെ ചുളുവിന് മന്ത്രിസ്ഥാനം കിട്ടിയെന്നതും ഇതിനിടയിൽ പലപ്പോഴും ചോദ്യമുയർന്നു. റിയാസിന്റെ താളത്തിനൊപ്പമാണ് മുഖ്യമന്ത്രി നാട് ഭരിക്കുന്നതെന്നും റിയാസിനെ മരുമക്കത്തായം പരീക്ഷിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികളൊക്കെ പിണറായി അണിയറയിൽ നടത്തിയെന്നും പരസ്യമായും രഹസ്യമായും ആരോപണങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന പോലെയാണ് ഇപ്പോൾ ELMRഉം എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള പണമിടപാട് കേസിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുകൂടി ചേർക്കപ്പെടുമ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങളുടെ കിടപ്പ്. പെൺബുദ്ധി പിൻബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. അതിന്റെ വാസ്തവം എന്താണെങ്കിലും വീണ വരുത്തി കൂട്ടിവെച്ച കെണിയിൽപ്പെട്ടത് അച്ഛൻ പിണറായി വിജയൻ മാത്രമല്ല, ഭർത്താവ് മുഹമ്മദ് റിയാസും ഒടുവിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. വയസ്സാം കാലത്ത് മകളുടെ കേസിന്റെ പുറകെ കോടതി കയറി ഇറങ്ങാനും ജയിലിൽ കിടക്കാനുമാണ് മുൻ മുഖ്യമന്ത്രിക്ക് യോഗമെന്ന് കരുതാം. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട റിയാസിന് കിട്ടിയത് എട്ടിന്റെ പണിയായിപ്പോയി. ചില വാർത്തകൾ ഒരു ദിവസത്തെ തലക്കെട്ടായി മാത്രം ഒതുങ്ങും. എന്നാൽ ചില അന്വേഷണങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണരീതിയെക്കുറിച്ചും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ദീർഘമായ ചർച്ചകൾക്ക് വഴി തുറക്കും. കേരളത്തിൽ CMRL എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം അത്തരമൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഓരോ പുതിയ അന്വേഷണ നടപടിയും, ഓരോ ചോദ്യം ചെയ്യലും, ഓരോ രേഖയും പൊതുജീവിതത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ വീണ്ടും സജീവമാക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലിന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് EDയുടെ ഈ നീക്കം. വീണയ്ക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ രേഖകൾ ED ചോദിച്ചെങ്കിലും അത് കൃത്യമായി ഹാജരാക്കാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2 തവണ വീണയെ ED ചോദ്യം ചെയ്തുവെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ED വ്യക്തമായി പറയുന്നുണ്ട്. ലഭിച്ച പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും വ്യാപിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്ന് പണം ലഭിച്ചത്. 2020 ജൂണിലായിരുന്നു ഈ മുഹമ്മദ് റിയാസും വീണയുമായുള്ള വിവാഹം നടന്നത്. വിവാഹശേഷം ഈ പണം ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നതിലാണ് EDക്ക് സംശയമുള്ളത്. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED ഇനി പരിശോധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കും. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും ED പരിശോധിക്കുന്നുണ്ട്. CMRLന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരമാണോ കരാർ എന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ED അന്വേഷിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ അധികാരം വിമർശനങ്ങളിൽ നിന്ന് മുക്തമല്ല. പൊതുപദവി വഹിക്കുന്നവരെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഏറ്റവും വിശ്വസനീയമായ മറുപടി രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, വസ്തുതകളും അന്വേഷണവും നിയമ നടപടികളുമാണ്. ഈ കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ആരുടെയും കുറ്റമോ നിരപരാധിത്വമോ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാലും അന്വേഷണം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ വ്യക്തത പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. ജനങ്ങളുടെ വിശ്വാസമാണ് ഭരണത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. ആ വിശ്വാസം നിലനിർത്തണമെങ്കിൽ സംശയങ്ങൾക്ക് തുറന്ന മറുപടിയും അന്വേഷണത്തോടുള്ള പൂർണ്ണ സഹകരണവും അനിവാര്യമാണ്. ഇന്നത്തെ ചർച്ചയുടെ കേന്ദ്രത്തിൽ ഒരു വ്യക്തിയല്ല, പൊതുജീവിതത്തിലെ ഉത്തരവാദിത്വവും ഭരണത്തിലെ സുതാര്യതയും തന്നെയാണ്. അന്വേഷണം അവസാനിക്കും, കോടതികൾ അന്തിമമായി നിയമപരമായ നിഗമനത്തിലെത്തും. അതുവരെ എല്ലാ ആരോപണങ്ങളെയും നിയമപരമായ പരിശോധനയുടെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട്. എന്നാൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഉയരുന്ന പൊതുചോദ്യങ്ങളെ ലഘൂകരിക്കാനും അവഗണിക്കാനും കഴിയില്ല എന്നത് മറ്റൊരു വശത്ത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിൽ വിശ്വാസം നിലനിർത്തുന്നത് അധികാരത്തിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ഉത്തരവാദിത്വത്തിന്റെ ശക്തി കൊണ്ടാണ്.
ഈ കേസ് ഒടുവിൽ ആരെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഒരു വലിയ പാഠം അവശേഷിക്കും. പൊതുജീവിതത്തിൽ സുതാര്യതയ്ക്ക് പകരം മറ്റൊന്നുമില്ല എന്ന പാഠം. അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലി ചെയ്യട്ടെ, കോടതികൾ അവരുടെ വിധി പറയട്ടെ. അതേസമയം ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തതയുള്ള മറുപടി നൽകുക എന്നത് ഏത് ഭരണകൂടത്തിൻ്റെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ജനാധിപത്യ ബാധ്യതയാണ്. കാരണം ജനങ്ങളുടെ വിശ്വാസം നേടുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാകാം, എന്നാൽ അത് നിലനിർത്തുന്നത് സത്യസന്ധതയിലൂടെയും സുതാര്യതയിലൂടെയും മാത്രമാണ്. അല്ലാതെ കെട്ടിയിട്ട പട്ടിയെ അഴിച്ചുവിടുന്നത് പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് അണികളെ തുറന്നു വിട്ടുകൊണ്ട് പതുങ്ങിയിരുന്നല്ല. എന്താണെങ്കിലും കേസ് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പൊതുജീവിതം അവസാനിപ്പിച്ച് കമ്പിയഴിക്കുള്ളിൽ അവസാനം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഒരൊറ്റ ഉത്തരത്തിനാണ്: അമ്മായിയച്ഛനാണോ മരുമകനാണോ ആദ്യം ജയിലിലേക്ക് പോകുന്നത്?